So today we are going to discuss air wedge experiment. First of all, ഈ എക്സ്പെരിമെൻറ്റിന് എയർ വെഡ്ജ് എന്ന് എങ്ങനെ പേര് വന്നു നോക്കാം. So this experiment is an application of thin film interference. Thin film interferenceൻ്റെ ആപ്ലിക്കേഷനാണ് ഈ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ഒരു തിൻ ഫിലിം ഫോം ചെയ്തിട്ടുണ്ടാവും. ആ തിൻ ഫിലിം എന്ന് പറയുന്നത് ഈസ് ഓഫ് എയർ. ഇവിടുത്തെ തിൻ ഫിലിം എന്ന് പറയുന്നത് എയർ ആണ്. ആൻഡ് ദാറ്റ് ടു ഇൻ ദ ഷേപ്പ് ഓഫ് വെഡ്ജ് ഷേപ്പിൽ ഒരു തിൻ എയർ ഫിലിം ഫോം ചെയ്തിട്ട് ആ തിൻ ഫിലിമിൽ വി വിൽ ഇൻസിഡൻറ്റ് ദ ലൈറ്റ് റേസ് and is illuminated to get the interference pattern. അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിന് എയർ വെഡ്ജ് എക്സ്പെരിമെൻ്റ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. So in order to form that thin film, we want to use two glass plates, plain glass plates, which is placed one over the other. അപ്പോൾ രണ്ട് പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് എടുക്കുക. ആ രണ്ട് ഗ്ലാസ് പ്ലേറ്റിനെ ഒന്നിന് പുറത്തൊന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കും. സോ രണ്ട് പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് എടുത്തു, അറേഞ്ച് ചെയ്ത് വെച്ചു, വൺ ഓവർ ദി അതർ പ്ലേസ് ചെയ്തു. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു ഗ്ലാസ് പ്ലേറ്റ് ഓൺ വൺ സൈഡ് വി കീപ്പ് എ സ്പേസർ. ഇവിടെ നമ്മളൊരു സ്പേസർ വയ്ക്കും, അപ്പോൾ ആ സ്പേസർ എന്ത് ടൈപ്പ് ഓഫ് സ്പേസർ വേണമെങ്കിലും ആകാം. വളരെ തിന്നായിട്ടുള്ളൊരു സ്പേസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മേ ബി പേപ്പർ പീസ് ആകാം, അല്ലെങ്കിൽ ഒരു തിൻ വയർ ആകാം. നമ്മൾ സ്ക്രൂ ഗേജ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു തിൻ വയർ ആകാം, അല്ലെങ്കിൽ ഹെയർ ആകാം, നമ്മുടെ ഹെയർ ആകാം. അപ്പോൾ ഏതെങ്കിലും വളരെ തിന്നായിട്ടുള്ളൊരു സ്പേസറായിരിക്കും നമ്മൾ ഈ രണ്ട് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇൻ ബിറ്റ്വീനിൽ നമ്മൾ പ്ലേസ് ചെയ്യുക. ആൻഡ് വൺ സൈഡ് എന്ന് പറയുന്നത് ടച്ച് ചെയ്തിരിക്കും. അപ്പോൾ ഈ ചെറിയ ഗ്യാപ്പിൽ ഇൻ ബിറ്റ്വീൻ ദീസ് ടു ഗ്ലാസ് പ്ലേറ്റ്, ആ ചെറിയ ഗ്യാപ്പിൽ ഒരു എയർ ഫിലിം ഫോം ചെയ്യും, ഒരു തിൻ എയർ ഫിലിം ഫോം ചെയ്യും, വിച്ച് ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് വെഡ്ജ്, ആൻഡ് ഹെൻസ് ദ നെയിം എയർ വെഡ്ജ് എക്സ്പെരിമെൻറ്റ്. സോ ദിസ് എയർ ഫിലിം ഹാസ് ടു ബി ഇല്ലുമിനേറ്റഡ് ബൈ യൂസിങ് ദ ലൈറ്റ് സോഴ്സ്. അപ്പോൾ അതിനുവേണ്ടി വി ഹാവ് ലൈറ്റ് സോഴ്സ്. ഒരു മൊണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ആ മൊണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് റേസ് എമേർജ് ചെയ്യും ഇൻ ഓൾ ദ ഡയറക്ഷൻ. അപ്പോൾ അതിനെ നമ്മൾ ഒരു ലെൻസ് യൂസ് ചെയ്ത് കൊളിമേറ്റ് ചെയ്യും. അപ്പോൾ ഈ ലെൻസിൽ നിന്ന് നമ്മളതിനെ പാരലാക്കി, ലൈറ്റ് റേസിനെ പാരലാക്കി, then it is allowed to fall on a glass plate which is inclined at an angle of 45 degree. 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് പ്ലേറ്റിലേക്ക് അത് ഇൻസിഡൻറ്റ് ചെയ്യും. സോ ലൈറ്റ് റേസ് ആർ ഇൻസിഡൻറ്റ് ഓൺ ദിസ് ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് നോർമലി ടു ദ എയർ ഫിലിം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയാളെ 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ എയർ ഫിലിം, ആ തിൻ ഫിലിമിലേക്ക് 45 ഡിഗ്രി നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ് പ്ലേറ്റിനെ ഒരു 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് ഈ എയർ ഫിലിമിൻ്റെ അപ്പർ സർഫസിലും ലോവർ സർഫസിലും റിഫ്ലക്റ്റ് ചെയ്യും. ഇങ്ങനെ രണ്ട് റേസ് റിഫ്ലക്റ്റ് ചെയ്യും. ഈ റേസ് സൂപ്പർപോസ് ചെയ്ത് ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യും. ആ ഇൻ്റർഫറൻസ് പാറ്റേണെ നമുക്കിവിടെ ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് ഒബ്സർവ് ചെയ്യാം. ഇവിടെ നമ്മളൊരു മൈക്രോസ്കോപ്പ് വയ്ക്കും. ഈ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈറ്റ് റേസിലെല്ലാം ആരോ മാർക്ക് ഇടുക. ഓക്കെ, അപ്പോൾ ഇതാണ് എയർ വെഡ്ജ് എക്സ്പെരിമെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ്. ആൻഡ് ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ തിയറി നമുക്ക് നോക്കാം, എങ്ങനെയാണ് പാറ്റേൺ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇൻ്റർഫറൻസ് കഴിഞ്ഞിട്ട് ഈ തിക്നെസ്സിനനുസരിച്ച് നമുക്കിവിടെ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ഫോം ചെയ്യും. ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യും. ആൻഡ് ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ പ്രത്യേകത, എല്ലാ പാറ്റേണും ഒരേ തിക്നെസ് ആയിരിക്കും. ഒരേ തിക്നെസ്, ഡാർക്ക് ആയാലും ബ്രൈറ്റ് ആയാലും സെയിം തിക്നെസ് ഉള്ള പാറ്റേൺ ആയിരിക്കും ഫോം ചെയ്യുക. സെയിം തിക്നെസ് ഉള്ള ഇതുപോലെ ഒരേ തിക്നെസ് ഉള്ള പാറ്റേൺ ഫോം ചെയ്യും. ഇപ്പോൾ ഗ്രീൻ ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിന്ന് കാണുന്ന പാറ്റേൺ ഗ്രീൻ കളേർഡ് ബാൻഡ്സ് ആയിരിക്കും. ഇതുപോലെ ഗ്രീൻ കളേർഡ് ബാൻഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. റെഡ് കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റെഡ് ബാൻഡ്സ് കാണും, ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ബാൻഡ്സ് കാണും. ഇൻ ബിറ്റ്വീൻ ദാറ്റ് റെഡ് ബാൻഡ്സ് വി ഹാവ് ഡാർക്ക് ലൈറ്റ്, ഡാർക്ക് ലൈറ്റ് എന്നല്ല പറയാം,
അവിടെ ഡാർക്ക് ആയിരിക്കും. രണ്ട് ലൈൻസിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള സ്പേസ് എന്ന് പറയുന്നത് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ ഇതാണ് ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത്, ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്, ബ്രൈറ്റ് ബാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ടു ബ്രൈറ്റ് ബാൻഡ്സ് വി ഹാവ് ദ ഡാർക്ക് ബാൻഡും കാണും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബാൻഡ്സ് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ബാൻഡ്സ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അറേഞ്ച്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ട് പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്, വി ഹാവ് ടു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്, പ്ലേസ് വൺ ഓവർ ദി അതർ, and they are in contact at one end. ഒരു എൻഡിൽ they are in contact at one end while they are separated by a spacer at the other end. We can use a thin wire or a paper piece as a spacer, and we know that a wedge is formed in between these two glass plates, and hence the name air wedge experiment. So this arrangement is eliminated by using the monochromatic light source which is made parallel and is incident on the air wedge normally. Okay, so നമുക്കിനി നോക്കാം. ഇവിടെ ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലൈറ്റ് റേസ് ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ഇൻ്റർഫറൻസ് പാറ്റേൺ നമുക്ക് റിഫ്ലക്റ്റ് ഈ അപ്പർ സർഫസ് ഓഫ് ദി ഫിലിമിൽ നിന്നും അതുപോലെ ലോവർ സർഫസിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കാണിക്കുന്നത്. സോ ഹിയർ വി ഹാവ് ടു യൂസ് ദ കണ്ടീഷൻ ഫോർ മാക്സിമ ആൻഡ് മിനിമ ഇൻ റിഫ്ലക്റ്റഡ് സിസ്റ്റം. അപ്പോൾ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിലാണെങ്കിൽ വി നോ ദാറ്റ് ദ കണ്ടീഷൻ ഫോർ മാക്സിമ ഇസ് 2 mu t cos r is equal to 2n plus 1 lambda by 2, and condition for minima is 2 mu t cos r is equal to n lambda. ഇതാണ് കണ്ടീഷൻ ഫോർ മിനിമം. അപ്പോൾ കണ്ടീഷൻ ഫോർ മാക്സിമം ആയി, കണ്ടീഷൻ ഫോർ മിനിമം ആയി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെയും നമുക്ക് കണ്ടീഷൻ ഫോർ മാക്സിമം ആൻഡ് മിനിമം ഫോം ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. റിഫ്ലക്റ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് ഈ കണ്ടീഷൻസ് ആയിരിക്കും ഇവിടെ മിനിമയും മാക്സിമയും ഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ യൂസ് ചെയ്ത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഈ ഇൻ്റർഫറൻസ് പാറ്റേണിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഐ എം ചൂസിങ് 2 mu t cos r is equal to n lambda, which is the condition for minimum. അപ്പോൾ ഇവിടെ നമുക്കറിയാം mu എന്ന് പറയുന്നത് is the refractive index of the thin film. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് തിൻ ഫിലിം ആണ് mu. അപ്പോൾ ഇവിടെ തിൻ ഫിലിം എന്ന് പറയുന്നത് എയർ ആണ്. ഹിയർ ഇറ്റ് ഇസ് എയർ. സോ mu is equal to 1. അല്ലേ? ഇനി ഇതിനകത്ത് നോക്കിക്കേ, 2 mu t cos r ൽ mu 1 ആയിപ്പോയി. ആൻഡ് നൗ വി ഹാവ് cos r. r എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നോർമൽ ഇൻസിഡൻസ് ആണ് അല്ലേ? അപ്പോൾ ലൈറ്റ് റേസ് നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു റേയും അതിൻ്റെ പെർപെൻഡിക്കുലർ സർഫസിലേക്കുള്ള പെർപെൻഡിക്കുലറായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ റിഫ്രാക്റ്റഡ് റേയും നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഇത് നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ദ ഇൻസിഡൻറ്റ് റേ ഇസ് ട്രാവലിംഗ് ത്രൂ ദ നോർമൽ ഇറ്റ് സെൽഫ് അല്ലേ? ഇതിലേക്കൂടെ ഈ നോർമലിൽ കൂടെ തന്നെ, ആ സർഫസിന് നോർമലിൽ കൂടെ തന്നെ ഇൻസിഡൻറ്റ് റേ ട്രാവൽ ചെയ്ത് പോകും. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഈസ് ഈക്വൽ ടു 0. സിമിലർലി നോർമൽ ഇൻസിഡൻസ് ആണെങ്കിൽ ലൈറ്റ് റേസ് റിഫ്രാക്റ്റ് ചെയ്യുമ്പോഴും അതേ സെയിം പാത്തിലൂടെ തന്നെ റിഫ്രാക്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ആർ വിൽ ബി ഓൾസോ ഈക്വൽ ടു 0. അത് റീട്രേസ് ചെയ്യും. ദ ലൈറ്റ് റേസ് റീട്രേസസ് ദ സെയിം പാത്ത് എന്നാണ് പറയാം നോർമൽ ഇൻസിഡൻസിൽ. സോ വി ക്യാൻ റൈറ്റ് ആർ ഇസ് ഈക്വൽ ടു 0 ഫോർ നോർമൽ ഇൻസിഡൻസ്. For normal incidence, r is equal to 0. So we can write the condition as, since cos r is equal to 0, cos r is equal to 1, we can write the condition as 2 into t is equal to n lambda, which is the condition for maxima. Condition for maxima നമുക്ക് 2 mu t is equal to n lambda എന്ന് എഴുതാം. ഓക്കെ, സോ ഇതാണ്, condition for maxima അല്ല, condition for minimum. കണ്ടീഷൻ ഫോർ മിനിമ എന്ന് പറയുന്നത് 2 mu t cos r is equal to 2t is equal to n lambda ആണ്. അപ്പോൾ ഇവിടെ t എന്ന് പറയുന്നത് ഈ ഗ്ലാസ് പ്ലേറ്റ്സിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ഫോം ചെയ്യുന്ന എയറിൻ്റെ തിക്നെസ് ആണ്. വേർ t is the thickness of എയർ ഫിലിം. അത് വേരി ചെയ്യും അല്ലേ, വിച്ച് ഇസ് വേരിയിങ്. അപ്പോൾ രണ്ട് ഗ്ലാസ് പ്ലേറ്റും കോണ്ടാക്റ്റ് ചെയ്തിരിക്കുന്ന ഈ പ്ലേസിൽ തിക്നെസ് ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ എൻഡിൽ
t is equal to 0 ആണ്. ഇവിടെ t is equal to 0 and it increases outwards. ആ സ്പേസറിൻ്റെ അടുത്തേക്ക് ടീയുടെ തിക്നെസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. സോ നൗ ലെറ്റ്സ് സീ. ഇവിടെ കാണുന്ന ഇൻ്റർഫറൻസ് പാറ്റേൺ ഞാൻ പറഞ്ഞു ഈക്വൽ ബാൻഡ് വിഡ്ത്സ് ആണെന്ന് പറഞ്ഞു. ദെൻ വി ഹാവ് റൂട്ട് ദ കണ്ടീഷൻ ഫോർ മാക്സിമം ആൻഡ് മിനിമം. സോ ബൈ യൂസിങ് ദി കണ്ടീഷൻ, ഇപ്പം മാക്സിമയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് 2t is equal to 2n+1 λ/2 എന്ന് വരും. 2n+1 λ/2 ആണ് മാക്സിമയുടെ കണ്ടീഷൻ. സോ ബൈ യൂസിങ് ദിസ് കണ്ടീഷൻ വി ക്യാൻ ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്തിനൊരു എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഇവിടെ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഡാർക്ക്നെസ്സിൻ്റെ കണ്ടീഷൻ എടുക്കുക. ഓക്കെ, ഫോർ മിനിമ വി ഹാവ് 2t is equal to n lambda. And now we have to find t from this figure. ഇപ്പോൾ ഫിഗറിൽ നമുക്കറിയാം രണ്ട് ഗ്ലാസ് പ്ലേറ്റ്സ് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ആൻഡ് അറ്റ് ദിസ് എൻഡ് ദ തിക്നെസ് ഇസ് t ആൻഡ് ദിസ് എൻഡ് ഇസ് 0. ആൻഡ് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ xn എന്ന് എടുക്കുകയാണ്. xn ഡിസ്റ്റൻസ് x എന്ന് മതി. ഇവിടെ ഞാൻ xn എന്ന് എടുക്കുകയാണ് ബിക്കോസ് അറ്റ് ദിസ് പോയിന്റ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് അപ്പർ സർഫസിലും റിഫ്ലക്ഷൻ ഉണ്ട്, ലോവർ സർഫസിലും റിഫ്ലക്ഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ സൂപ്പർപോസ് ചെയ്ത് അത് ഏത് കണ്ടീഷനാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഡാർക്ക്നെസ്സിൻ്റെതാണോ ബ്രൈറ്റ്നെസ്സിൻ്റെതാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതിനനുസരിച്ച് അവിടെ ഒരു ഡാർക്ക് ബാൻഡോ ബ്രൈറ്റ് ബാൻഡോ ഫോം ചെയ്യും. സപ്പോസ് ഹിയർ ഇവിടെ നമ്മളൊരു ഡാർക്ക് ബാൻഡ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഈ ടി എന്ന് പറയുന്ന എൻഡിൽ ഒരു ഡാർക്ക് ബാൻഡ് ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ xn എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് nth ഡാർക്ക് ബാൻഡ് എന്ന് പറയാം. ഡിസ്റ്റൻസ് ഓഫ് nth ഡാർക്ക് ബാൻഡ് ആണ് ഫ്രം ദി എഡ്ജ് ഓഫ് ദ വെഡ്ജിൻ്റെ എൻഡിൽ നിന്ന് nth ഡാർക്ക് ബാൻഡ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. സോ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് xn. ഓക്കെ, സോ ഫ്രം ദിസ് ഫിഗർ we can say that there is a small angle formed in between the two glass plates. അല്ലേ? So from the figure we can write tan theta. അപ്പം നമുക്ക് ABC എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ കിട്ടി. So from the figure tan theta is equal to, tan thetaയുടെ ഡെഫിനേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതൊരു നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഓപ്പോസിറ്റ് സൈഡിൽ എന്താണുള്ളത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് ടാനിൻ്റെ ഡെഫിനിഷൻ അല്ലേ. ഓപ്പോസിറ്റ് സൈഡിൽ വി ഹാവ് തിക്നെസ് t ആൻഡ് അഡ്ജസൻറ്റ് ഇസ് xn, ഫ്രം വിച്ച് വി ക്യാൻ ഫൈൻഡ് t is equal to xn tan theta എന്ന് എഴുതാം. xn tan theta, ബട്ട് തീറ്റ ഇസ് വെരി വെരി സ്മോൾ അല്ലേ, വളരെ ചെറുതാണ്. സച്ച് ദാറ്റ് tan theta tends to theta. അപ്പോൾ നമുക്ക് xn into theta എന്ന് എഴുതാം. Since theta is very small, tan theta tends to theta അല്ലേ. സോ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. സോ ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 2 into xn into theta is equal to n lambda, from which we get xn is equal to n lambda divided by 2 theta എന്ന് കിട്ടും അല്ലേ. അതായത് nth ഡാർക്ക് ബാൻഡിൻ്റെ ഡിസ്റ്റൻസ് ആണ് n lambda divided by 2 theta. അത് എത്രാമത്തെ വേണമെങ്കിലും ആകാം. എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ x1 കിട്ടും, എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ x2 കിട്ടും, ആൻഡ് സോ ഓൺ. അപ്പോൾ നമുക്ക് ബാൻഡ് വിഡ്ത്തിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ബാൻഡ് വിഡ്ത്തിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ബാൻഡ് വിഡ്ത്ത് is equal to, bandwidth is defined as distance between two consecutive dark band or bright band ആണ്. consecutive dark bands or bright bands. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഡാർക്ക് ബാൻഡ് ആണ് അല്ലേ, ഡാർക്ക്നെസ്സിൻ്റെ കണ്ടീഷൻ എടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n ഉണ്ട്, xn+1 ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ വി ഗെറ്റ് ദ distance between two consecutive dark bands കിട്ടും അല്ലേ. സോ ഫ്രം ഇക്വേഷൻ 3 I can write xn+1 as equal to n+1 lambda divided by 2 theta എന്ന് എഴുതാം അല്ലേ. സോ ടേക്കിംഗ് ദ ഡിഫറൻസ്, ഇക്വേഷൻ നമ്പർ 4 - 3 ചെയ്യുക. സോ വി ഗെറ്റ് xn+1 minus xn is equal to n+1 lambda by 2 theta minus
n lambda divided by 2 theta, which is equal to lambda divided by 2 theta, and left side is difference between two consecutive bands, that is beta. So we got the expression as beta is equal to lambda divided by 2 theta. That means the bandwidth of the pattern, bandwidth of the interference pattern obtained in an airwidth experiment depends on the wavelength of the light used and also the angle between the two glass plates. Okay, അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതായത് എയർ ബ്രിഡ്ജിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ രണ്ടെണ്ണം നമുക്ക് പറയാം. രണ്ട് ആപ്ലിക്കേഷൻസ്. ഒരെണ്ണം എന്ന് പറയുന്നത് ദിസ് എക്സ്പെരിമെൻറ്റ് ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് എ തിൻ വയർ. ഇതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഒരു തിൻ വയറിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ചെക്കിംഗ് ദ പ്ലെയിൻനെസ് ഓഫ് എ സർഫസ്, ആൻഡ് ഒപ്റ്റിക്കൽ സർഫസിൻ്റെ പ്ലെയിൻനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഡയമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏത് തിൻ വയറിൻ്റെ ഡയമീറ്റർ ആണോ കാണേണ്ടത് അതിനെ സ്പേസറായിട്ട് യൂസ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ ആരെ വേണമെങ്കിലും സ്പേസറായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഏത് വയറിൻ്റെ ആണ് ഡയമീറ്റർ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ ഗ്ലാസ് പ്ലേറ്റിൻ്റെ രണ്ട് എൻഡിൽ ഇൻ ബിറ്റ്വീനിൽ വയ്ക്കുക. ആൻഡ് സോ ദാറ്റ് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എൽ എന്ന് മെഷർ ചെയ്യാം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് പ്ലേറ്റിൻ്റെ ലെങ്ത് അങ്ങ് മെഷർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് എൽ എന്ന് കൊടുക്കുക. ആൻഡ് ദിസ് ആംഗിൾ ഇസ് തീറ്റ. അപ്പോൾ ഇതാണ് ഡയമീറ്റർ ഡി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അപ്പം എക്സ്പെരിമെൻറ്റിൽ വേറെ അറേഞ്ച്മെൻ്റ് ഒന്നും വരുത്തണ്ട, സെയിം എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ഡിഫറൻസസ് നമ്മൾ ഗിവൺ തിൻ വയറിന് തന്നെ സ്പേസറായിട്ട് യൂസ് ചെയ്യുക. സോ ദാറ്റ് ദ ഡയമീറ്റർ ഓഫ് ദ തിൻ വയർ ബിക്കംസ് ദ തിക്നെസ് ഓഫ് ദ തിൻ ഫിലിം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഈ എക്സ്പെരിമെൻ്റ് ഈ അറേഞ്ച്മെൻറ്റിൽ നിന്ന് വി ക്യാൻ റൈറ്റ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ എൽ എന്ന് എഴുതാം, അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഡി ബൈ എൽ എന്ന് എഴുതാം. ദാറ്റ് ഈസ് തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ എൽ എന്ന് എഴുതാം. നമ്മൾ നേരത്തെ ജനറലായിട്ടാണ് എഴുതിയത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എഴുതുന്നു. ദാറ്റ് ഇസ് തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ എൽ. ആൻഡ് വി നോ ദാറ്റ് ഫ്രം ഇക്വേഷൻ 5 ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2 തീറ്റ ആണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ബാൻഡ് വിഡ്ത്ത് മെഷർ ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഇതിലേക്ക് നമ്മൾ ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം നമുക്ക് ഡയമീറ്റർ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയമീറ്ററിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2 ഇൻറ്റു ഡി ബൈ എൽ. സോ വി ഗെറ്റ് ബീറ്റ is equal to lambda L divided by 2D, and the diameter of the thin wire D is equal to lambda L divided by 2 beta. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം നോൺ ക്വാണ്ടിറ്റീസ് ആണ്. ലാംഡ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. L is the length of the glass plate, അല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് പ്ലേറ്റിൻ്റെ ലെങ്ത് ആണ്. ദെൻ ബീറ്റ എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ആണ്. ബീറ്റ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ട് ബീറ്റ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ആ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റിൽ നിന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ ബീറ്റ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ ആ മൈക്രോസ്കോപ്പിലൂടെ വി ക്യാൻ ഒബ്സർവ് ദി ഇൻ്റർഫറൻസ് പാറ്റേൺ, ആൻഡ് യു ഹാവ് ടു കോയിൻസിഡൻറ്റ് ഓർ യു ഹാവ് ടു മേക്ക് ദ ക്രോസ് വയർ ഓഫ് ദി മൈക്രോസ്കോപ്പ്. ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ ഇങ്ങനെ ഒരു ക്രോസ് വയർ കാണും. അപ്പോൾ ആ ക്രോസ് വയറിനെ ഏതെങ്കിലും ബാൻഡിൽ കൊണ്ടുവന്ന് ക്രോസ് വയർ കോയിൻസൈഡ് ചെയ്യാം. സോ യു ഹാവ് ടു കോയിൻസൈഡ് ഇറ്റ് വിത്ത് എനി വൺ ഓഫ് ദ ഡാർക്ക് ബാൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്രോസ് വയർ കോയിൻസൈഡ് ചെയ്തു. ആൻഡ് യു ഹാവ് ടു നോട്ട് ദ റീഡിങ്. മൈക്രോസ്കോപ്പിൻ്റെ റീഡിങ് നോട്ട് ചെയ്യുക. സേ ഇറ്റ് ഇസ് R1. ദെൻ അഗെയിൻ മൂവ് ദ മൈക്രോസ്കോപ്പ് ടു സം ഡിസ്റ്റൻസ്, ആൻഡ് ദെൻ ദ ക്രോസ് വയർ ഇസ് കോയിൻസിഡൻറ്റ് വിത്ത് ദ നെക്സ്റ്റ് ഡാർക്ക് ബാൻഡ്. അപ്പോൾ അവിടെ നമുക്ക് R2 കിട്ടും. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇതൊരു nth ബാൻഡ് ആണെങ്കിൽ ഇതിനെ നമുക്കൊരു n+20 കൊണ്ടുവയ്ക്കുക. സോ ദാറ്റ് ഇൻ ബിറ്റ്വീൻ വി ഹാവ് 20 ബാൻഡ്സ് ഉള്ള രീതിയിൽ വയ്ക്കുക. അപ്പോൾ R1 കിട്ടി. ദെൻ വി ഹാവ് R2 വിച്ച് ഇസ് ഓഫ് ദ 20th ബാൻഡ്. സോ ദാറ്റ് the difference between the two readings R2 minus R1 gives 20 beta. അതായത് ഫസ്റ്റ് ബാൻഡും സെക്കൻഡ് ബാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ബീറ്റയാണ്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ബാൻഡും നമ്മൾ അടുത്ത് 20 ബാൻഡ് കഴിഞ്ഞിട്ട് ക്രോസ് വയർ കോയിൻസൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 20 ബീറ്റ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദിസ് ഇസ് 2 ബീറ്റ. അപ്പോൾ എക്സെട്ര.
അങ്ങനെ നമ്മൾ 20 ബീറ്റ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. സോ ദാറ്റ് വി ഗെറ്റ് R2 minus R1 is equal to 20 beta, from which beta is equal to R2 minus R1 divided by 20 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബീറ്റ മെഷർ ചെയ്യാം. അപ്പോൾ ആ ബീറ്റ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ഗിവൺ തിൻ വയർ. അതാണ് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഇസ് വി ക്യാൻ ടെസ്റ്റ് ദി ഫ്ലാറ്റ്നെസ്. We can test the flatness of the given optical surface. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് we have to replace one of the glass plate. We have two glass plate for forming an air wedge, so you have to replace one of the glass plate by the test surface. അപ്പോൾ ഇതിനകത്ത് അൺഈവൻനെസ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് ദ ടെസ്റ്റ് സർഫസ്. ആൻഡ് ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് optical glass plate, and you have the spacer. You can use any thin wire as a spacer, thin wire or paper piece as the spacer. And now you have to eliminate this air film in between these two glass plate and observe the, after eliminating, observe the interference pattern using the microscope. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ പാറ്റേൺ ഒബ്സർവ് ചെയ്യുമ്പോൾ if the pattern is regular, orderly placed and of equal thickness, then the surface is flat. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം തന്നിരിക്കുന്ന സർഫസ് പ്ലെയിൻ ആണ്, ഫ്ലാറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്താൽ മതി. തരുന്ന സർഫസിനെയും ഒരു സ്റ്റാൻഡേർഡ് ഒപ്റ്റിക്കൽ പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റും ഒരു സ്പേസറും യൂസ് ചെയ്ത് നമ്മൾ യൂഷ്വലി ഫോം ചെയ്യുന്നത് പോലെ ഒരു എയർ വെഡ്ജ് ഫോം ചെയ്യുക. ദെൻ ഇലൂമിനേറ്റ് ദാറ്റ് എയർ വെഡ്ജ് ആൻഡ് ഒബ്സർവ് ദ പാറ്റേൺ. ആ പാറ്റേൺ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇഫ് ദ പാറ്റേൺ ഇസ് റെഗുലർ, ഓർഡർലി പ്ലേസ്ഡ് ആൻഡ് ഓഫ് ഈക്വൽ തിക്നെസ്, നമുക്കറിയാം ഇൻറ്റർഫറൻസ് പാറ്റേൺ ഇസ് ഓഫ് ഈക്വൽ തിക്നെസ്. സോ ഇഫ് ദ പാറ്റേൺ ഒബ്സർവ്ഡ് ഇസ് ഓഫ് ഈക്വൽ തിക്നെസ്, ഓർഡർലി പ്ലേസ്ഡ് ആൻഡ് റെഗുലർ, then we can conclude the surface is plane. Otherwise or else if the pattern is of unequal thickness, irregular and distorted, then the surface is not plane. See, this is because we know that each fringe, കാരണം നമുക്കറിയാം അതിനകത്ത് ഓരോ ഫ്രിഞ്ചും ഓരോ ബാൻഡ് എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് പോയിൻറ്റ്സിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിൻ്റെ റിസൾട്ടൻ്റ് ആണ്. അപ്പോൾ ഒരേ തിക്നെസ് ഉള്ള ഒരുപാട് പോയിൻറ്റ്സിൽ നിന്ന് എമേർജ് ചെയ്യുന്ന ലൈറ്റ് റേസ് സൂപ്പർപോസ് ചെയ്തിട്ടാണ് ഒരു ബാൻഡ് ഫോം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പാറ്റേൺ ഈക്വൽ ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് കാണിക്കില്ല. ഓക്കെ, അപ്പോൾ സെയിം തിക്നെസ് ഓഫ് എയർ ഇങ്ങനെ എഴുതായി. ഈച്ച് ഫ്രിഞ്ച്, ദിസ് ഇസ് ബിക്കോസ് ഈച്ച് ഫ്രിഞ്ച് ഇസ് എ ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് with the same thickness of air film. അപ്പോൾ അതിന് ചേഞ്ച് വന്നാൽ നമുക്ക് കിട്ടുന്ന പാറ്റേൺ ഈക്വൽ തിക്നെസ് കാണിക്കില്ല, ഓർഡർലി പ്ലേസ്ഡ് ആയിരിക്കില്ല. സോ ദീസ് ആർ ദ ടു ആപ്ലിക്കേഷൻസ് ഓഫ് എയർ വെഡ്ജ്. സോ എയർ വെഡ്ജ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യം എയർ വെഡ്ജിൻ്റെ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ പറഞ്ഞു. Then what are the conditions for maxima and minima. Then by using the condition for minima, we found the expression for beta, that is bandwidth. Then by using that bandwidth, we found the diameter of a given thin wire, and also we can use this for checking the plainness of an optical surface.